നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഒരാളെ ദൈവം ഇങ്ങനെ എപ്പോഴും കഷ്ടപ്പെടുത്തില്ല. ഒരു നല്ല സമയം ഏതൊരാൾക്കും വന്നു ചേരും. ഈ പറയുന്ന നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ കടക്കുന്നത്. 4 രാശിയിൽപ്പെട്ട 12 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ്. സൂര്യഗ്രഹണം മൂലം ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. ഈ 4 രാശിക്കാർക്ക് കോടീശ്വര യോഗം വന്നു ചേരും. ഇവരെല്ലാവരും കോടീശ്വരരാകും. അതായത് ഇവരുടെ സകല പ്രശ്നങ്ങളും മാറി നല്ല സാമ്പത്തിക സ്ഥിതി കൈവരുമ്പോൾ നമ്മളൊക്കെ ലക്ഷാധിപതിയാകും, കോടീശ്വരരാകും. എന്നാൽ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് കോടീശ്വര യോഗമാണ് ഇവർക്ക് വന്നു ചേരുക. ജീവിതത്തിലെ സകല പ്രതീക്ഷകളും പൂവണിയുന്ന സമയം. ഇവരെ സംബന്ധിച്ച് ഒരുപാട് ശത്രുഭീതി ഉണ്ടായിരുന്നു, സാമ്പത്തിക വിഷമതകളുണ്ടായിരുന്നു, പല രീതിയിലുള്ള ധനനഷ്ടം വന്നു ചേർന്നിട്ടുള്ളവർ തന്നെയായിരുന്നു. എന്നാൽ ഇതൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക്, ഈ 12 നക്ഷത്രജാതകർക്ക് ഒരു വലിയ മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ഇവർ കോടീശ്വരരാകും. തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു വഴി ഇവർക്ക് തുറന്നു കിട്ടുകയാണ്. സൂര്യഗ്രഹണം മൂലം അതിസമ്പന്നതയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും. അതിന് യാതൊരു സംശയവും വേണ്ട. മാർച്ച് 29 ശനിയാഴ്ച മുതൽ ഇവരുടെ കോടീശ്വര യോഗം ആരംഭിക്കും. അതുപോലെ തന്നെ വ്യാഴമാറ്റം മെയ് മാസത്തിലാണ്. 27 നക്ഷത്രജാതകരിൽ വെച്ച് 12 നക്ഷത്രജാതകർക്ക് വളരെയേറെ ഗുണപ്രദമാണ്. ഇവർ കോടീശ്വര യോഗത്തിലെത്തും. അതുപോലെ വിഷുമേട സംക്രമണം, അതും ഇവർക്ക് വളരെയേറെ അനുകൂലമാണ്. അപ്പോൾ ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. സാമ്പത്തികമായി ഇവർ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും. ഇതിനിടയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നക്ഷത്രജാതകർ. ആശുപത്രിവാസം, കടങ്ങൾ, എന്തിന് ശ്രമിക്കുന്നുവോ അതിലൊക്കെ വിഷമതകൾ നേരിടുക, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഈ 12 നക്ഷത്രജാതകരെ സംബന്ധിച്ച്. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിലോ അതിലുമൊക്കെ ഇവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകരുടെ ഏറ്റവും നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ കടക്കുന്നത്. ഇതിനേക്കാൾ നല്ലൊരു സമയം ഈ നക്ഷത്രജാതകർക്ക് ഇനി വരാനില്ല എന്ന് തന്നെ പറയാം. ഇവരുടെ സ്ഥിതിഗതികൾ ആകെ മാറും. ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ചിലരെയൊക്കെ വളരെ ദാരിദ്ര്യത്തിലായിരിക്കും, വളരെ കഷ്ടപ്പാടിലായിരിക്കും. എന്നാൽ വലിയൊരു നേട്ടം, വലിയൊരു ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. എല്ലാ തടസ്സങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഈ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകർക്ക് കഴിയും. മാർച്ച് 29 ശനിയാഴ്ച മുതൽ ഇവരുടെ കോടീശ്വര യോഗം ആരംഭിക്കും. ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. വ്യാഴമാറ്റം, മേടസംക്രമണം, ഇതൊക്കെ ഈ നക്ഷത്രജാതകരെ രക്ഷാധിപതിയും കോടീശ്വര യോഗത്തിലും കൊണ്ടെത്തിക്കും. ആഗ്രഹിച്ചതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് കഴിയും. ആ നക്ഷത്രജാതകരെ നമുക്ക് ഇനി അറിയാൻ സാധിക്കും. അവർക്ക് വന്നു ചേരുന്ന വലിയ ഭാഗ്യത്തെക്കുറിച്ചറിയാൻ സാധിക്കും. അവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാൻ സാധിക്കും. ഈ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെയായി ഈ നക്ഷത്രജാതകർ മുന്നോട്ട് പോവുക. വളരെ വലിയ നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഇവരെ സംബന്ധിച്ച് പല രീതിയിലുള്ള അപകീർത്തികളൊക്കെ കേട്ടിട്ടുണ്ട്. ഭൂമി സംബന്ധമായ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെയാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടാൻ പോവുകയാണ്. ഞാനതാണ് പറഞ്ഞത്, കോടീശ്വര യോഗത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുമെന്ന്. ചുമ്മാതിരുന്നാൽ ആരും കോടീശ്വരരാകില്ല. അതിനു വേണ്ടിയിട്ട് അല്പം ശ്രമം നടത്തണം. പ്രത്യേകിച്ച് ഈ നക്ഷത്രജാതകർ ശ്രമം നടത്തിയാൽ അത് വിജയത്തിലെത്തുവാൻ വളരെ പെട്ടെന്ന് സാധിക്കും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്.
പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക. പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകർ ഇവരാണ്. ആദ്യത്തെ 3 നക്ഷത്രജാതകർ അത് മിഥുനൻ രാശിക്കാർ തന്നെയാണ്. മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും 2025 മാർച്ച് 29 ശനിയാഴ്ച മുതൽ, സൂര്യഗ്രഹണം മുതൽ കോടീശ്വര യോഗം ആരംഭിക്കും. എത്ര താഴെ തട്ടിലാണെങ്കിലും അതിസമ്പന്നതയിലേക്ക് എത്തിച്ചേരുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും. വ്യാഴമാറ്റവും ഇവർക്ക് വളരെയേറെ ഗുണകരം തന്നെയാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും സഫലമാകാത്ത സമയമായിരുന്നു. എന്നാൽ ഇനി നനച്ച കാര്യം സാധ്യമാകും. ഇഷ്ടലാഭം വന്നു ചേരും. വസ്തു, വീട് ഇതൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധ്യമാകും. ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തുക. അപ്പം, അട, അവൽ, കദളിപ്പഴം, തൃക്കൈവെണ്ണ, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. ഒരു പുതിയ ജോലി ലഭിക്കും. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചിനി നേട്ടമാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് സാരം. കോടീശ്വര യോഗത്തിലെത്തിച്ചേരും. അതിന് നമ്മൾ കൂടി ശ്രമം നടത്തണം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഒരാളെ ദൈവം എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ല എന്ന്. നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു കോടീശ്വര യോഗത്തിന് സമയമായിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് ലക്ഷാധിപതിയാകാനുള്ള ഒരു യോഗം വന്നു ചേരുന്നിരിക്കുന്നു. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. 27 നക്ഷത്രജാതകരിൽ വെച്ച് 12 നക്ഷത്രജാതകർക്ക് ഏറ്റവും ഗുണപ്രദമായ നാളുകളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണ് എങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെയേറെ നേട്ടമുണ്ടാക്കുന്ന സമയം തന്നെയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. പുതിയ ജോലി ലഭിക്കും. പുതിയ രാജ്യത്തേക്ക് പോകാൻ സാധിക്കും. എല്ലാ രീതിയിലും നേട്ടമാണ്. മറ്റുള്ളവരുടെ മുന്നിലൊരു നല്ല സ്ഥാനം നേടിയെടുക്കാൻ കഴിയും. വിവാഹത്തിലൊക്കെ തീരുമാനമാകും. വിവാഹത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്ന സമയമാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉറപ്പായിട്ടും മിഥുനൻ രാശിക്കാർക്ക് മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും നടന്നു കിട്ടുന്ന സമയം തന്നെയാണ്. അത്രയേറെ നല്ലൊരു സമയം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല. നിങ്ങൾ കോടീശ്വരരാകും. നിങ്ങൾക്ക് സകല ഐശ്വര്യവും വന്നു ചേരും. അടുത്തത് ചിങ്ങൻ രാശിക്കാരാണ്. ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറും. ഭാഗ്യമുണ്ടാകാൻ, ഭാഗ്യം വരണമെന്നുണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ ശുഭസ്ഥാനം നോക്കി ഈശ്വരാധീനം വരുന്ന രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യണം. വ്യാഴപ്രീതി നടത്തുക, നവഗ്രഹ പൂജ നടത്തുക. ചിങ്ങൻ രാശിക്കാരായ മകവും പൂരവും ഉത്രവും നവഗ്രഹ പൂജയൊക്കെ നടത്തുക. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വഴിപാടുകൾ മുടക്കരുത്. വഴിപാടൊന്നും മുടക്കാതെ മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇനി വരാനിരിക്കുന്നത്. നിങ്ങളുടെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. മാനസിക പിരിമുറുക്കം ഒരുപാട് അനുഭവിക്കുന്നവരാണ് ചിങ്ങൻ രാശിക്കാർ. എന്നാൽ ഇനി അവിഷ്ടകാര്യ സിദ്ധിയാണ്. നന്നായി പ്രാർത്ഥിച്ചോളൂ. ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ധന വളർച്ചയുണ്ടാകും. മകവും പൂരവും ഉത്രവും അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ തേടി വരും. ആത്മപ്രശംസ കുറയ്ക്കുക. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നവഗ്രഹ പ്രീതി നടത്തുക. 9 നവഗ്രഹങ്ങളെയും പുഷ്ടിപ്പെടുത്തുക. കഴിഞ്ഞുപോയ കാലത്തെ കഷ്ടതകളൊക്കെ പരിഹരിക്കാനുള്ള ഒരു ഉറവിടം വർദ്ധിച്ചു വരുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യമാണ്, നേട്ടമാണ്, ഐശ്വര്യമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലെത്തുന്ന സമയമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കോടീശ്വര യോഗം നിങ്ങൾക്ക് വന്നു ചേരും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിയിലെ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും എല്ലാ ഉയർച്ചയും വന്നു ചേരുന്ന സമയമാണ്. കടബാധ്യതകൾ പരിഹരിക്കപ്പെടും. ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുക. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്.
കഷ്ടപ്പാടൊക്കെ വരും, ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ എല്ലാത്തിനും മുന്നോടിയായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്ത് കാര്യത്തിലാണോ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് അതിൽ മുന്നോട്ട് തന്നെ പോവുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാവരെയും സംശയദൃഷ്ടിയോട് കൂടി പെരുമാറുന്ന ഒരു സ്വഭാവ വൈകല്യമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. കുടുംബത്തിൽ സന്തോഷം, കളിയാടം, ഉപരിപഠനത്തിന് വിദേശ യോഗം വന്നു ചേരും. വളരെ അനുകൂലമായ സമയമാണ് ധനുരാശിക്കാർക്ക്. മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ്. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. ധനപരമായി ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കും. ഒരുപാട് വരുമാനം വർദ്ധിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നല്ല വരുമാനങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. രോഗശാന്തി വന്ന് കിട്ടും. രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. ശരിയായ ചികിത്സയൊക്കെ നടത്തി മുന്നോട്ട് പോവുക. ആരോഗ്യം മെച്ചപ്പെടും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ധനുരാശിക്കാരെ സംബന്ധിച്ച് കീർത്തിയും സാമ്പത്തിക നേട്ടവും വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും. ഇൻകം നന്നായി വരുമെന്നർത്ഥം. ഈശ്വരപ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്യുക. ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടവും ഉയർച്ചയും ജീവിതത്തിൽ വന്നു ചേരും. ജീവിതത്തിലെ ഓർക്കാൻ കഴിയാത്ത ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ മറന്നേക്കൂ. നല്ല കാലമാണ് വരുന്നത്. ജീവിതത്തിലെ നല്ല കാലം ആരംഭിക്കുകയായി. ശരിയാകുമെന്ന് കരുതിയ പല കാര്യങ്ങളും പരാജയപ്പെട്ടിരുന്നു നിങ്ങളെ സംബന്ധിച്ച്. അതൊക്കെ മാറാൻ പോവുകയാണ്. സ്വാർത്ഥ സ്വഭാവങ്ങളൊക്കെ നിയന്ത്രിക്കുക. ലക്ഷ്യം നേടും. തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രജാതകർ കുംഭൻ രാശിക്കാരാണ്. കുംഭൻ രാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും ഇത് സമയമാറ്റത്തിൻ്റെ സമയമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ ദൈവം എങ്ങനെ എന്നും ഇട്ട് കഷ്ടപ്പെടുത്തില്ല എന്ന്. ഈ സൂര്യഗ്രഹണം മൂലം 12 നക്ഷത്ര ജാതകരിൽ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്നത് കുംഭൻ രാശിക്കാർക്ക് തന്നെയാണ്. കോടീശ്വര യോഗം വന്നു ചേരും. ഇവരെല്ലാം കോടീശ്വരരാകും. കോടീശ്വരരാകും എന്ന് പറഞ്ഞത് നാളെ രാവിലെ കോടീശ്വരരാകുമെന്നല്ല. അതിനുവേണ്ടി സ്വപ്രയത്നം നടത്തുക. അത് ലക്ഷ്യത്തിലെത്തും. അതിവരുടെ സകല പ്രശ്നങ്ങളും മാറ്റിമറിക്കും. എല്ലാ സാമ്പത്തിക സ്ഥിതിയും മാറി എല്ലാ രീതിയിലും ഒരു വലിയ ഉയർച്ച വന്നു ചേരും. ലക്ഷാധിപതി ആകും. കോടീശ്വരരാകും. നമ്മൾ ആത്മാർത്ഥമായി മുന്നോട്ടിറങ്ങുക. മാർച്ച് 29 ശനിയാഴ്ച മുതൽ ഇവരുടെ കോടീശ്വര യോഗം ആരംഭിക്കും. ലക്ഷ്യം കണ്ടെത്തും. പൊതുവേ നോക്കിയാൽ ഈ പറഞ്ഞ 12 നക്ഷത്ര ജാതകർക്കും ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ കഴിയുന്ന സമയമാണ്. ബിസിനസ്സിലൊക്കെ വലിയ വിജയം നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്താണ്. ലക്ഷ്യസ്ഥാനം മുന്നിൽ കണ്ട് മുന്നേറുക. തീർച്ചയായും വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഭാഗ്യമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖമൊക്കെ മറന്നേക്കുക. വിദേശത്ത് നിന്ന് വരെ നിങ്ങൾക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നടത്തുക. നല്ല രീതിയിൽ പ്രാർത്ഥന നടത്തുക. അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ലക്ഷാധിപതിയാകാൻ, കോടീശ്വര യോഗത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരുന്നത്. തീർച്ചയായും വിജയിക്കാൻ കഴിയും. അങ്ങനെ വലിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. വലിയൊരു യോഗം നിങ്ങൾക്ക് വന്നു ചേരട്ടെ. ഈ പറഞ്ഞതൊക്കെ സത്യമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.